ഗൈസ്, ദിസ് ഈസ് മൈ തേർഡ് ഡേ ഓഫ് പ്രപ്പ് സീരീസ്. സോ ഗൈസ്, ഇന്നത്തെ വർക്കൗട്ട് ഒരു പുൾ ഡേ ആണ്. സോ ഫസ്റ്റ് തന്നെ ലാറ്റ് ബേസിസ് പുൾ ഡൗൺ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു 3 സെറ്റ്സിൻ്റെ 8 to 12 റെപ്പറ്റേഷൻ റേഞ്ച് ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജിമ്മിൽ നല്ല റഷ് ഉണ്ടായിരുന്നു. സോ വീഡിയോ പ്രോപ്പറായിട്ടൊന്നും എടുക്കാനും പറ്റിയില്ല. നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടായിരുന്നു. സോ ഡയറക്റ്റ്ലി ഞാൻ വർക്കൗട്ടിലേക്കാണ് പോകുന്നത്. സോ ലെറ്റ് സി. ഫസ്റ്റ് വർക്കൗട്ട് ചെയ്ത ശേഷം തന്നെ ഞാൻ ഡയറക്റ്റ് പോകുന്നത് അപ്പർ ബാക്ക് ബേസിസ് ആയിട്ടുള്ള റോ ആയിരുന്നു. സോ ഇതിൽ ഞാൻ ചൂസ് ചെയ്തത് ചെസ്റ്റ് അപ്പോട്ട് റോ ആണ്. ഈ സെയിം വർക്കൗട്ട് നിങ്ങൾക്ക് ടീ ബാറിനും ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു സീറ്റഡ് റോ ആണ്. ഇതൊരു 2 സെറ്റ്സിൻ്റെ 10 to 15 റെപ്പറ്റേഷൻ റേഞ്ചിലാണ് ഞാൻ ചെയ്തത്. ഫോർത്ത് വർക്കൗട്ട് ഒരു ലാറ്റ് പുൾ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാനത് യൂണിലാറ്ററലായിട്ട് സിംഗിൾ ആംസ് ആണ് ചെയ്തത്. സോ ഇതിൽ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് 2 ലാറ്റ് മസിൽസിനും കൊടുക്കാൻ പറ്റും. കാരണം എൻ്റെ ഓൾറെഡി 1 ലാറ്റ് മസിൽ ഫ്ലെക്സ് ചെയ്യുമ്പോൾ വിസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കുറച്ചുകൂടെ മസിൽ മാസ് ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ സിംഗിൾ ആമാണ് പല സമയത്തും പ്രിഫർ ചെയ്യാറ്. ബാക്ക് വർക്കൗട്ടിൻ്റെ ഏകദേശം ഫുൾ വർക്കൗട്ട് കഴിഞ്ഞു. സോ ആക്ച്വലി ഒരു 10 വർക്കിംഗ് സെറ്റ് വോളിയം വരുന്നുണ്ട് ബാക്കിന്. സോ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിനുള്ള വർക്കൗട്ടാണ്. ബൈസെപ്സിന് ഫസ്റ്റ് വർക്കൗട്ടായിട്ട് ചെയ്തത് ഇൻക്ലൈൻ ക്യാബിൾ കേളാണ്. അപ്പോൾ ഞാനത് ഡംബൽസാണ് ചെയ്തത്. ക്യാബിളിന് പകരം ഡംബൽസ് യൂസ് ചെയ്തത്. സോ അതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്തത്. 10 to 15 റെപ്പറ്റേഷൻ റേഞ്ച് വരുന്ന 3 സെറ്റ്സ് ഞാനത് വർക്കിംഗ് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഡംബൽ റിസ്റ്റ് എക്സ്റ്റൻഷൻ ആണ്. അത് 2 സെറ്റ്സിൻ്റെ 10 to 15 റെപ്പറ്റേഷൻ റേഞ്ചിൽ അതും ചെയ്തു. ഫൈനലി ഇന്നത്തെ പമ്പിങ് ഇതാണ്. അത്യാവശ്യം ഫാറ്റൊക്കെ റെഡ്യൂസായി വരുന്നുണ്ട്. ആംസൊക്കെ ബൈസെപ്സും ട്രൈസെപ്സും സ്പ്ലിറ്റായി വിസിബിൾ ആകാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ